ഏറെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ലൊറേറ്റോ കോൺവെൻറ്റിലെ സ്വച്ഛ സുന്ദര സുരക്ഷിതാവസ്ഥകളിൽ നിന്നും പുറത്തെ ലോകത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനൊരുങ്ങുന്ന മദർ തെരേസ, എ കോൾ വിതിൻ ദ കോൾ, ദൈവവിളിക്കുള്ളിലെ ഒരു ദൈവവിളി കേട്ടയാളാണ്. മദർ തെരേസ പോകാനൊരുങ്ങുമ്പോൾ വളരെ കരുണാർദ്രതയോടുകൂടി അന്നത്തെ സുപ്പീരിയർ ഒരു ചോദ്യം ചോദിച്ചു, സിസ്റ്റർ, ആർ യു നോട്ട് ക്രേസി? കാരണം കൈവശം ഒരു ബക്കറ്റ്, ഒരു ചൂല്, ഏതാനും ജോഡി വസ്ത്രങ്ങൾ, 5 രൂപ. അവരെന്ത് ചെയ്യാൻ പോകുന്നു പുറത്ത്? അതുകൊണ്ടാണ് ചോദിച്ചു പോയത്, ആർ യു നോട്ട് ക്രേസി? മദറിൻ്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. യെസ്, ഐ ആം ക്രേസി. ഇഫ് ഐ ആം നോട്ട് ക്രേസി, ഐ കനോട്ട് ലവ് ക്രൈസ്റ്റ് ഇനഫ്. ഒരല്പം ഭ്രാന്തില്ലെങ്കിൽ ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനാവില്ല എന്ന് ഒരാൾ പറയുകയാണ്. ഈ ഒരു ഭ്രാന്തിൻ്റെ ആഘോഷം ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ആഘോഷമായി മാറിയെന്ന് ചരിത്രം പിന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് പാവപ്പെട്ട സിസ്റ്റേഴ്സിനെതിരെയുള്ള ഘോരഘോരമായ പ്രസംഗങ്ങളും കുറേ നാടകങ്ങളും കുറേ എഴുത്തുകളും വരകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ വല്ലാത്ത സഹതാപം അവരോട്, ചിലർക്കൊക്കെ ഇവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊരു കപട ചിന്തയുടെ കണ്ണീരൊഴുക്കൽ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ഒന്നാമതായിട്ട് അമ്മമാരല്ലാത്ത അമ്മമാരാണ് സിസ്റ്റേഴ്സ്. നൺ എന്ന ഇംഗ്ലീഷ് പദം നുന്ന എന്ന ഒരു ഇറ്റാലിയൻ പദത്തിൽ നിന്ന് വരുന്നു. അമ്മ എന്നതിൻ്റെ അർത്ഥം ഫ്രാൻസിസ് പറയുന്ന പോലെ ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ മാതാക്കളായി മാറാനാണ് ഈ അമ്മമാരുടെ നിയോഗം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള കെ സരസ്വതി അമ്മയുടെ ചോലമരങ്ങൾ എന്ന ചെറുകഥയുണ്ട് മലയാളത്തിൽ. ആ ചെറുകഥയുടെ പ്രമേയം കന്യാസ്ത്രീകളുടെ ജീവിതമാണ്. കോൺവെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കഥാകാരി പറയുന്നു, വല്ലാതെ തണുപ്പും തണലും വിരിച്ചു നിൽക്കുന്ന ചോലമരങ്ങളുണ്ട്. ഈ ചോലമരങ്ങളുടെ പ്രത്യേകത, സ്വന്തമായി അവയ്ക്ക് ഫലങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷേ അതിൻ്റെ തണലിൽ വന്നിരിക്കുന്നവർക്കൊക്കെ ആ സന്തോഷം കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്. ചോലമരം തളർന്നു വന്നിരിക്കുന്ന ഒരു യാത്രക്കാരനോട് പറയുന്നത് എന്താണ്? നിൻ്റെ കണ്ണീരും വിയർപ്പും എനിക്ക് തരിക, പകരം ഞാൻ പുഞ്ചിരിപ്പൂവ് സമ്മാനിക്കാം. ഇങ്ങനെ ചോലമരങ്ങളായി ജീവിക്കുന്ന സിസ്റ്റേഴ്സ്, അങ്ങനെ ചോലമരങ്ങളാകാനായിട്ട് അവർ തീരുമാനമെടുക്കുമ്പോൾ അത് അവരുടെ ചോയ്സാണ്. വെറുതെ അവർ നേർച്ചക്കോഴികളാണെന്ന് പറയരുത്, അവർ ഒന്നുമില്ലാത്തത് കൊണ്ട് വന്ന് കോൺവെൻറ്റിൽ ചേർന്നവരാണെന്ന് പറയരുത്. എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കത്തിച്ചൊലിക്കുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനായ ക്രിസ്തുവിൻ്റെ വഴിയെ നടന്നതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ ശരിയാണ്. ഇനി ഈ സിസ്റ്റേഴ്സിൻ്റെ സൗന്ദര്യം, എ സോർട്ട് ഓഫ് ലൈഫ്, ഗ്രഹാം ഗ്രീനിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൻ്റെ ശീർഷകമാണ് മലയാളത്തിൽ ഒരു വക ജീവിതം എന്ന്. ഈ ഒരു വക ജീവിതത്തിൽ നിന്നും സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ് ആയി രൂപാന്തരപ്പെടുന്ന മനുഷ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും എന്നത് ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥയുടെ ജീവചരിത്രത്തിൻ്റെ പേരാണ്. മാൽക്കം മഗ്രിഡ്ജ് മദർ തെരേസയെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിസുന്ദരമായ പുസ്തകത്തിൻ്റെ ശീർഷകമാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയുന്ന അങ്ങേറ്റം സൗന്ദര്യമുള്ള വ്യക്തിത്വം വ്യക്തമായി പരത്തി ജീവിച്ചിട്ടുള്ള എത്രയെത്ര സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും അഴകിൻ്റെ കണങ്ങൾ ദാനമായിട്ട് തന്നിട്ടുണ്ട്. ഒന്നും സ്വന്തമാക്കാതെ, ആരുടെയും സ്വന്തമാക്കപ്പെടാതെ അവരങ്ങനെ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വെയിൽ പോലെ പരന്നുകൊണ്ടിരിക്കുന്നു. മദർ തെരേസയെക്കുറിച്ച് പ്രിൻസസ് ഡയാന ഇങ്ങനെ എഴുതി, ഇതുപോലെ വിശാലതയിലേക്ക് വളരാൻ കഴിയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യമല്ലേ.
ഐശ്വര്യ റായ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ മദർ തെരേസയാണ്. കാരണം അവരുടെ സൗന്ദര്യം ഹൃദയ വലിപ്പത്തിൻ്റെ സൗന്ദര്യമാണ്. ഇനി മദർ തെരേസയെ പോലെ ഒരാൾ ലോകത്തിന് നെറുകയിൽ പ്രശസ്തിയിൽ എത്തിച്ചേരുമ്പോൾ നോബൽ സമ്മാനവും നൂറുകണക്കിന് മറ്റ് അവാർഡുകളും വാരിക്കൂട്ടി കഴിയുമ്പോൾ അവരെ എല്ലാവരും ഒരുപാട് പുകഴ്ത്തും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നയമുണ്ട്. പക്ഷെ പേരറിയാത്ത, ഊരറിയാത്ത, പേരറിയിക്കാനും ഊരറിയിക്കാനും താല്പര്യമില്ലാതെ പിന്നിലാവ് പോലെ മാറി നിന്നുകൊണ്ട് വെട്ടം പരത്തുന്ന എത്രയെത്ര സിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത്തരം ചില സിസ്റ്റേഴ്സിൻ്റെ സേവനം നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. അടുത്തത്, സിസ്റ്റേഴ്സ് ഹീറോസായി മാറുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന ടോണി ബ്ലെയർ ഇങ്ങനെ എഴുതുന്നുണ്ട്, മൈ ഹീറോസ് ആർ കാത്തലിക് നൺസ്. അദ്ദേഹം പറയുന്നു, വല്ലാതെ മൊറാലിറ്റി ചവിട്ടിമതിക്കപ്പെടുന്ന സമയത്ത് മനുഷ്യജീവിതത്തിൻ്റെ അന്തസ്സിനെ ഉയർത്തിക്കാട്ടുന്നവരാണ് സിസ്റ്റേഴ്സ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, പലരുടെയും അഭിപ്രായം കൂടിയാണ്. ആലോചിച്ച് നോക്കുക, സാംസ്കാരിക കേരളത്തിലെ സാംസ്കാരികതയുടെ ഈറ്റില്ലങ്ങളെന്നറിയപ്പെടുന്ന എത്രയെത്ര കലാലയങ്ങളുടെ പ്രവർത്തകരാണ് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ആ കലാലയങ്ങളിൽ പഠനത്തിൻ്റെ ഉജ്ജ്വലമായ തിളക്കമുണ്ട്. അതോടൊപ്പം തന്നെ കലാ സാഹിത്യ രംഗങ്ങളുടെ വല്ലാത്ത ഉയർച്ചയുടെ ചിത്രങ്ങൾ കൂടി നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഹീറോസാണ്. ഇനി എഡ്യൂക്കേഷൻ രംഗത്തു നിന്നും മെഡിസിൻ്റെ രംഗത്തേക്ക് വരിക, ആതുര ശുശ്രൂഷയുടെ രംഗത്തേക്ക് വരിക, എത്രയെത്ര വ്യക്തികൾക്ക് വേണ്ടി നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന മെഴുകുതിരിയുടെ ധർമ്മമനുഷ്ഠിക്കുന്ന എത്രയെത്ര ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അവരെയൊന്നും നമ്മൾ മറന്നുകൂടാ. ആർക്കും വേണ്ടാത്ത മാറാരോഗത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർക്കാൻ ഈ അമ്മമാർക്ക് എങ്ങനെ കഴിയുന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ആർക്കും വേണ്ടാത്ത തെരുവിലലയുന്നവരെ, മനോരോഗികളെ, ബുദ്ധിമാന്ദ്യം വന്നവരെ, കണ്ണിന് കാഴ്ചയില്ലാത്തവരെ, കേൾവിയില്ലാത്തവരെ, അവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് അവർക്ക് കൂടിരിക്കാൻ, അവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ ഇത്തരം കുറേ വ്യക്തികളൊക്കെ വേണ്ടേ? അവ വീട് വിട്ടു പോന്നത് വീടായി മാറാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയിക്കഴിയുമ്പോൾ വെറുതെ അവരെ കല്ലെറിയുവാൻ നമുക്ക് തോന്നുകയില്ല. ഇനി അടുത്തത്, സിസ്റ്റേഴ്സിൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് പത്മരാജൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുറിച്ചിട്ടു, കനത്ത ചുവരുകൾക്കിടയിൽ തളച്ചിടപ്പെട്ട മുഗ്ധ യൗവനങ്ങൾ എന്ന്. അത് സത്യത്തിൻ്റെ എതിർ സാക്ഷ്യം മാത്രമാണ്. കാരണം കോൺവെൻറ്റുകൾ നിങ്ങൾ കാണുക, അങ്ങനെ തളച്ചിടപ്പെട്ട ദുഃഖത്തിൻ്റെ കനത്ത വീർപ്പ് സ്വരങ്ങളൊന്നുമല്ല, മറിച്ച് നിങ്ങൾ കോൺവെൻറ്റിൽ പലപ്പോഴും കേൾക്കുന്നൊരു പാട്ടുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ ആനന്ദിക്കുന്നവരാണ്. ജി.കെ. ചെസ്റ്റർട്ടൺ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകൾ ഭൂരിഭാഗം പേരും വളരെ ഹാപ്പിയായ മണവാട്ടികളായിരുന്നു. അവർ മരിക്കും വരെ ഹാപ്പിയായ മണവാട്ടികളായിരിക്കും. ഇതാണ് സത്യം എന്ന് പറയുന്നത്. ഈ കാർമലൈറ്റ് നൺസിൻ്റെ റിഫോർമേഷന് വേണ്ടി ശ്രമിച്ച സെൻറ്റ് തെരേസ ഓഫ് ആവില ഇങ്ങനെ എഴുതുന്നുണ്ട്, ദൈവമേ, ഗ്ലൂമി ആയിട്ടുള്ള വിശുദ്ധരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ലോർഡ് സേവ് അസ് ഫ്രം ഗ്ലൂമി സെയിൻസ്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ അകത്തടങ്ങളിൽ വല്ലാതെ ഗ്ലൂമിയായി, തളച്ചിട്ട ദുഃഖങ്ങളായി, നിരാശയുടെ ആൾരൂപങ്ങളായി നിൽക്കുകയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. അവർ എന്തെല്ലാം മേഖലകളിൽ വളർന്ന് പ്രശോഭിക്കുന്നവരാണ്. വിദ്യാഭ്യാസ പ്രവർത്തകരും ചിന്തകരും എഴുത്തുകാരും സാഹിത്യകാരും സംഘാടകരും സംഗീതജ്ഞരും പാട്ടുകാരും ഡോക്ടേഴ്സും നഴ്സസും അഡ്വക്കേറ്റ്സും ഒക്കെയായിട്ടുള്ള എത്രയെത്ര സിസ്റ്റേഴ്സ്. ശരിയാണ്, ആവൃത്തിക്കുള്ളിൽ നിശബ്ദതയിൽ സ്വച്ഛതയിൽ ജീവിക്കുന്നവരുണ്ട്. അത് അവരുടെ ചോയ്സാണ്. ഇഫ് സംബഡി വാണ്ട്സ് ടു ബി ഇൻസൈഡ് a convent meditating and reflecting about life in silence, that is their choice, and you cannot question somebody else's choice.
എന്തിനാണ് എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ ശരിയെന്ന് കരുതുന്നത് ശരിയാണെന്ന് തന്നെ ധരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾ കരുതുന്ന ശരി മറ്റുള്ളവർ കൂടി ഉൾക്കൊള്ളണമെന്ന് വെറുതെ ശഠിക്കുന്ന എന്തിനാണ്? എൻ്റെ ശരി മറ്റൊരാൾക്ക് ശരിയാകണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നടക്കുന്ന വഴിയിലൂടെ എല്ലാവരും നടക്കണം. ഞാൻ നടക്കുന്ന വഴിയിൽ മറ്റുള്ളവർ നടന്നില്ലെങ്കിൽ അതൊക്കെ തെറ്റായ വഴികളാണ്. എൻ്റെ വഴി മാത്രം ശരി വഴി, എൻ്റെ വഴി മാത്രം ശരിമൊഴി, എൻ്റെ വെട്ടം മാത്രം ശരിവെട്ടം എന്ന് ചിന്തിക്കുന്നത് ഒരു തരം അന്ധതയല്ലേ, ഒരു തരം തെറ്റിദ്ധാരണയല്ലേ? അങ്ങനെയുള്ള അന്ധതയുടെ വഴിയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞിടക്കേണ്ട ആവശ്യമുണ്ടോ? സിനിമയുടെ ലോകത്ത് പ്രകാശിച്ച് ജ്വലിച്ച് നിന്നിരുന്ന ഒരു സിനിമ നടി, പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു. ഡൊളോറസ് ഹാർട്ട് എന്നവരുടെ പേര്. ഇനി അവരുടെ പ്രശസ്തി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഓർക്കണം, എൽവിസ് പ്രീസ്ലിയെ പോലുള്ള വലിയ ഒരു നായകൻ്റെ നായികയായിട്ട് 1-2 സിനിമകളിൽ അഭിനയിച്ചവരാണവർ. പിന്നീട് ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള സിനിമയിൽ ക്ലാരയായിട്ട് അവർ വേഷമിടുന്നു. അവർക്ക് വിളിക്കുള്ളിലെ വിളി കിട്ടുന്നത് അപ്പോഴാണ്. അവർ ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. ജോൺ 23-ാം പാപ്പയുടെ അനുഗ്രഹത്തോടുകൂടി അവർ ഒരു കോൺവെൻറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു. സൂഫി സന്യാസിനിയായ റാബിയ ഒരു കൂടാരത്തിലിരുന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയാണ്. പുറത്തു നിന്നുകൊണ്ട് ഹസൻ വിളിച്ചു പറയുന്നുണ്ട്, നീ പുറത്തെ കാഴ്ചകൾ കാണാൻ പുറത്തേക്ക് വരിക. അപ്പോൾ അകത്തിരുന്നു കൊണ്ട് റാബിയ പറയുന്നു, അകത്തെ സൗന്ദര്യം നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പുറത്തെ കാഴ്ചകൾ എത്ര നിസ്സാരമാണെന്ന് നീ മനസ്സിലാക്കായിരുന്നു. വിക്ടർ ഹ്യൂഗോ ഇങ്ങനെ എഴുതുന്നുണ്ട്, നിത്യതയിലേക്ക് തുറന്നിട്ട വാതിലുകൾ ഉള്ള കോൺവെൻറ്റ് എത്രയോ സുന്ദരമായ ഒരു ഇടമാണ് നിത്യതയെ നിരന്തരമായി ധ്യാനിക്കാൻ. അകത്തിടങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് മെഴുകുതിരി വെട്ടത്തിൽ മെഴുകുതിരി പോലെ നിന്നെരിഞ്ഞ് കത്തിപ്പടരുന്ന കന്യാസ്ത്രീകളെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി നോക്കിക്കാണുക. അവരുടെ ഇത്തിരി വെട്ടത്തിന് എന്തൊരു വെട്ടമാണ്. ആ വെട്ടം ഒന്ന് തിരിച്ചറിയുക. നല്ല യാത്ര നേരുന്നു.